അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഭർത്താവിൻ്റെ എത്ര വലിയ കടവും വീടുന്നതിന് ഭാര്യ ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചാണ്. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണ് ഉള്ളത്. ഭർത്താവിൻ്റെ ഏത് പരീക്ഷണങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് ഭാര്യയ്ക്കുണ്ട്. ഭർത്താവിന് സാമ്പത്തികമായോ ശാരീരിക അസുഖങ്ങളോ അപകടങ്ങളിൽ നിന്നും തടയപ്പെടുന്നതാണെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമാണുള്ളത്. ചിലർ പറയും, വീട്ടിലിരിക്കുന്നവർക്ക് കൂടി കഴിക്കാൻ ഭാഗ്യമുണ്ടെങ്കിലേ ഭർത്താവിന് നല്ല ജോലി കിട്ടുമെന്ന്. ഒരർത്ഥത്തിൽ നോക്കിയാൽ 100% ശരിയാണ്. റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. റിസ്ക് അള്ളാഹു നൽകപ്പെടുമ്പോൾ ആ നൽകപ്പെടുന്ന വ്യക്തിയുടെ ഭാര്യയുടെ പ്രാർത്ഥന ഈ കാര്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മഹാന്മാർ പറയുന്നു. ഭർത്താവിൻ്റെ എത്ര വലിയ കടവും തീരാൻ ഭാര്യമാർ ചെയ്യേണ്ടത് മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള സമയത്ത് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് 6666 തവണ ചൊല്ലുക. യാ അനിയു യാ അല്ലാഹ് 313 തവണ ചൊല്ലുക. ഇത്രയും ചൊല്ലിയതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് 101 പ്രാവശ്യം ചൊല്ലുക. ഇത്രയും ചൊല്ലിയതിന് ശേഷം മഗ്‌രിബ് ഇശായിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് പറയുക. നല്ല ഹൃദയത്തോടെ, ആത്മാർത്ഥമായി, നല്ല വിശ്വാസത്തോടെ, നൊമ്പരത്തോടെ ദുആ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ കടമാണേലും രോഗമാണേലും എത്ര വലിയ പരീക്ഷണങ്ങളിൽ അള്ളാഹു നിങ്ങളെ അകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷയുണ്ടാകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എന്ത് വിഷമം വന്നാലും നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അവൻ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. ആര് കൈവിട്ടാലും റബ്ബ് നമ്മളെ കൈവിടൂല. അള്ളാഹു സുബ്ഹാന തആലയുടെ ബർക്കത്ത് കൊണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടമെല്ലാം എത്രയും പെട്ടെന്ന് വീടാൻ സാധിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.